അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, വാജി വാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട നിയമലംഘനം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു അനാവശ്യ വിവാദമാണ് എന്ന അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം പൊതുജന സമൂഹത്തിൽ എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, അതിന് കാരണം ഇതാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്. നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആചാരലംഘനം അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിലെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചേരുന്ന പല ആശയങ്ങളും അതിലില്ല. ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിഷിദ്ധമാണെന്നൊക്കെ വാദിച്ചവരും അവിടെ നിന്നുള്ള ചില ഉദ്ധരണികളൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. സുപ്രീം കോടതി അത് റിജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം, ഭരണഘടനയാണ് സുപ്രീം ലോ, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 എല്ലാവർക്കും വിശ്വാസത്തിനുള്ള അവകാശമുണ്ട്. അതിൽ ബാക്കി മൗലികാവകാശങ്ങൾക്ക് വിധേയമായിരിക്കണം. പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി, ഇത്രയും കാര്യങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനും അവിശ്വാസം പ്രകടിപ്പിക്കാനും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അത് എല്ലാവർക്കും എന്നതുപോലെ തന്ത്രിക്കും അമ്പലത്തിന് ആയിട്ട് ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ളതാണ്. അവിടെ 2 എക്സെപ്ഷനുണ്ട്. ഒന്ന്, സ്റ്റേറ്റിന്, അതായത് ഗവൺമെൻറ്റിന് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. ഒന്ന്, അതിനകത്തെ എക്കണോമിക് ആയിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം നിയമം മുഖാന്തരം ഗവൺമെൻറ്റിന് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട്, ദേവസ്വം ബോർഡ് ഉണ്ട്, അതിന് നിയമാവലികളുണ്ട്, അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമത് പറയുന്നതാണ് സോഷ്യൽ വെൽഫെയർ റിഫോം, അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുക. അത് ശബരിമലയിൽ സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തതിൽ ഈ ആർട്ടിക്കിൾ 25(2) ബി ആണ് സുപ്രീം കോടതി അന്ന് 5-അംഗ ബെഞ്ച് സൈറ്റ് ചെയ്തിട്ടാണ് തുറന്നു കൊടുത്തത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറയുന്ന വാദത്തിൽ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു ഓർഡർ ഇറക്കി. അതിൽ അവിടെയുള്ള ഒരു ദേവസ്വത്തിൻ്റെ സ്വത്താണ് എല്ലാ കാര്യങ്ങളും, വാജിവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഓർഡറാണോ അതോ ഇതിനെന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ഉണ്ടോ? അതിൻ്റെ നിയമപരമായിട്ടുള്ള അതിൻ്റെ എന്താണ് അതിൻ്റെ ബേസിസ് എന്ന് നോക്കേണ്ടി വരും കോടതിയിൽ വരുമ്പോൾ. കാരണം സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്. കാരണം ഇതുപോലുള്ളൊരു കേസ് വന്നിരുന്നു. ജയലളിത ടാൻസി ഭൂമി ഇടപാട് കേസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്നവർ ഏതെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടി ഓപ്ഷനിൽ മേടിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നിട്ട് കൂടി ജയലളിത കൂടി പാർട്ട്ണറായിട്ടുള്ള ഒരു ഫേമിൻ്റെ പേരിൽ അവർ സ്വത്ത് മേടിക്കുകയാണ്. അതിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആ കേസിൽ ജയലളിതയെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന സ്ഥിതിയിൽ ചെയ്തിട്ട് കൂടി അതിൽ നിന്ന് വെറുതെ വിടുകയാണ് ഉണ്ടായത്. ക്രിമിനൽ കേസിൽ വെറുതെ വിട്ടു. അത് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ അല്ല, ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ഇതുവരെ ഓവർറൂൾ ചെയ്തിട്ടില്ല. 2003 ജഡ്ജ്മെൻ്റാണ്. അതിൽ പറയുന്നത് ക്രിമിനൽ നിയമത്തിലെ എന്തെങ്കിലും ബാധ്യതകൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ക്രിമിനൽ നിയമത്തിൽ പീനൽ കോഡ് അല്ലെങ്കിൽ BNS പറയുന്ന ഒരു വകുപ്പിൻ്റെ ലംഘനം ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഈ കേസിനകത്താണെങ്കിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ബാധ്യതയുണ്ട്, ഒരു കാര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ ആ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടോ, ഗൂഢാലോചനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, ക്രിമിനൽ ഗൂഢാലോചനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്ത പ്രവൃത്തിയിൽ ഇദ്ദേഹം കൂടി അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൗനസമ്മതം ഉണ്ടോ എന്നുള്ള കാര്യം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ശേഷം കോടതിയിൽ സമർപ്പിച്ച് അത് പരിശോധിച്ചാൽ മാത്രമേ തെളിയുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം വന്നാൽ മാത്രമേ തന്ത്രിയെ ഇതിനകത്ത് ഈ ഒരു കേസിൽ, ക്രിമിനൽ കേസിൽ ഒരു പ്രതിയായിട്ട് ചേർക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ. മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷനാണ്, അതിന് ഒരു പണിഷ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാനത് മുഴുവൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഡ് ഓഫ് കോണ്ടക്ട് പോലെ അത് ഫോളോ ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈനാണ്. അപ്പോൾ അതിനൊരു പണിഷ്മെൻറ്റ് ഇല്ല എങ്കിൽ ആ ഒരു കാര്യം ലംഘിച്ചു എന്നുള്ള പേരിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസിൽ പ്രതിയാകുന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ കോടതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെ ഫാക്റ്റ്, വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ച് കോടതി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ മാത്രമേ തന്ത്രി പ്രതിപട്ടികയിലേക്ക് കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.